മലയാള സിനിമയിൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ വേതനമുള്ള ആളുകൾക്കും കരാർ നിർബന്ധമാക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു. ഫെഫ്കയ്ക്കും അമ്മയ്ക്കും ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്ത് കൊടുത്തു. അടുത്ത മാസം 1-ാം തീയതി മുതൽ കരാർ നിർബന്ധമാക്കണമെന്നാണ് ആവശ്യം. വളരെ നല്ല തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറച്ചുകൂടി നിയമപരമായി ഈ സിനിമ മേഖല മാറണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇൻകം ടാക്സ് കൊടുക്കുക, കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക, അതുപോലെ എല്ലാം ഡിജിറ്റൽ തെളിവുകളുമായിട്ട് അവശേഷിപ്പിക്കുക, ക്യാഷ് ഫ്ലോ, അതായത് നേരിട്ട് പണം കൊടുക്കുന്ന രീതി മാറ്റുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ശുദ്ധീകരണ കലശം അവിടെയും കൂടെ വേണം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ കരാറുകൾ നിർബന്ധമാക്കണം, ഉടമ്പടികൾ വേണം എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ തീരുമാനിക്കാനുള്ള കാര്യം? SKN ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഈ കരാറിന്റെ പശ്ചാത്തലമെന്ന് ഉറപ്പിച്ച് പറയാനാകും. അതിന് അടക്കം ഈ തൊഴിൽ ചൂഷണവും അതോടൊപ്പം സേവന വേതന കരാർ ലംഘിക്കപ്പെടുന്നതും മറ്റ് ലഹരി ഉപയോഗങ്ങളും ലൈംഗിക ചൂഷണങ്ങളും ഒക്കെ ആ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എല്ലാത്തിനും ഒരു രേഖ വേണം എന്ന നിലപാടിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എത്തിയിരിക്കുന്നത്. 1,00,000 രൂപയ്ക്ക് മുകളിൽ വേതനം വാങ്ങുന്ന എല്ലാവരും, അത് നടന്മാരായാലും സാങ്കേതിക പ്രവർത്തകരായാലും, അവരെല്ലാം ഈ കരാറിന്റെ ഭാഗമായി നിലകൊള്ളേണ്ടതാണ്. ഈ കരാർ ഒപ്പിട്ടവർക്ക് മാത്രം സിനിമയിൽ പ്രവർത്തിക്കാൻ അനുമതി എന്നുള്ളതാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വാദം. ഈ കരാറിന് പുറത്ത് ഏതെങ്കിലും നിർമ്മാതാക്കൾ നടന്മാരെയോ സാങ്കേതിക പ്രവർത്തകരെയോ ഈ കരാറിൽ അല്ലാത്ത ആളുകളെ അഭിനയിപ്പിക്കുകയോ അതല്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ മൂലമുണ്ടാകുന്ന പ്രശ്നത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെടില്ല എന്ന് അവർ നിശ്ചിതമായി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്കും ഫെഫ്കയ്ക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്ത് കൈമാറിയിട്ടുണ്ട്. പ്രധാനമായും കള്ളപ്പണം തടയുക, അതോടൊപ്പം ഈ സിനിമാ ലൊക്കേഷനുകളിലെ ലൈംഗിക അതിക്രമങ്ങളും അതോടൊപ്പം ഈ ലഹരി ഉപയോഗങ്ങളും തടയുക എന്നുള്ളതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഈ കരാറിന്റെ പശ്ചാത്തലം. മുൻപ് കരാറുകളൊക്കെ വാക്കാൽ പറയുകയും പിന്നീട് 1 കോടി രൂപ കരാർ പറഞ്ഞാൽ പിന്നീട് അത് പല ഘട്ടങ്ങളിലായി ചില ആളുകൾ ആ തുകയിൽ കൂടുതൽ പ്രൊഡ്യൂസേഴ്സിനോട് ആവശ്യപ്പെടുകയും അത് സിനിമയുടെ പ്രതിസന്ധി വലിയ രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു അറുതി വേണം എന്നൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ സേവന വേതന കരാർ നിർബന്ധമാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ അനുകൂല നിലപാട് ഫെഫ്കയുടെയും അമ്മയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ചന്ദ്രൻ ചിറയിൽ പറയുന്നു, കണ്ണൂർ ജില്ലാ പ്രേക്ഷക സമ്മേളനം നടത്താൻ ഒരു ആത്മവിശ്വാസക്കുറവ് SK എന്നുള്ളതുപോലെ. എന്തിനാണത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. താങ്കൾക്ക് അറിയുന്ന പോലെ ഒരു ചെറിയ കാര്യം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം. കണ്ണൂരുള്ള ആളുകൾക്ക് അത് ഓർമ്മ കാണും. കണ്ണൂർ സ്റ്റേഡിയത്തിൽ ഏഷ്യാനെറ്റിൽ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ പരിപാടികളുമായിട്ടൊക്കെ ഞാൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒരു ഇവൻറ്റ് കണ്ണൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വെക്കാൻ തീരുമാനിച്ച ദിവസം അന്ന് രാവിലെയാണ് അവിടെ ഒരാൾ രാഷ്ട്രീയ കൊലപാതകം നടന്നു, അവിടെ ഒരാൾ കൊല്ലപ്പെട്ടു. നോർമലി നമ്മൾ ആലോചിച്ചാൽ ആരായാലും ആ ഇവൻറ്റ് മാറ്റി വയ്ക്കും. വൈകുന്നേരം നമ്മൾ ആ ഇവൻറ്റ് അവിടെ നടത്തി. കണ്ണൂർക്കാർക്ക് അത്ര സ്നേഹമുള്ളവരാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ട ദിവസമായിരുന്നു അത്. അതുകൊണ്ട് നമുക്കങ്ങനെ പേടിയൊന്നുമില്ല. കേരളത്തിൻ്റെ ഏത് സ്ഥലത്തും ഒരു ഇവൻറ്റ് നടത്താനോ ഒരു ജില്ലാ സമ്മേളനം നടത്താനോ ഉള്ള ഭയമൊന്നും നമുക്കില്ല. എൻ്റെ ചിറയിൽ ചന്ദ്രൻ.